ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ തോൽവി മന്ത്രിയുടെ അപ്ഡേറ്റും കോടതി കേസും പിന്നെ ആരോപണങ്ങളെക്കുറിച്ചും ഇന്നലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആരോപണം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്നലെ കുറേ ആൾക്ക് പണം കിട്ടി എന്നാണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് എന്ത് സന്തോഷമാണ് ഇവർക്ക് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ പണം കിട്ടിയെന്ന് ഇവർ പറയുകയും 5 പൈസയില്ല, ഒരു കാലി ചായ കുടിക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞിട്ട് മുതലാളിമാർ കോടതിയിൽ പോയ ദിവസമാണ് ഇവർ പറയുന്നത് നമുക്ക് ഇന്നലെ പണം കിട്ടി, 1500 വിഡ്രോ ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഇവർ കൂട്ടമായിട്ട് കമൻറ്റ് ചെയ്യുന്നത്, ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ആരെയാണ് ഇവർ പറ്റിക്കുന്നത്? അപ്പോൾ അതിൽ ചില ആൾക്കാർക്കൊക്കെ സംശയവും തോന്നിയിട്ടുണ്ട്. അവരൊക്കെ പിന്നെ നമ്മളോടൊക്കെ ചോദിച്ചിട്ടുമുണ്ട്, ഇങ്ങനെയൊക്കെ പോസ്റ്റിൽ കാണുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന്. ഇവനിപ്പോൾ പിന്നെ അവരെ വിശ്വസിക്കാതെ, അവരുടെ ഗ്രൂപ്പിൽ വിശ്വസിക്കാതെ നമ്മളോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇവൻ നമ്മളെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണോ, എന്നാൽ പിന്നെ സമാധാനമായി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ പറയുന്ന കളവുകളും നിമിഷ നേരം കൊണ്ട് പൊട്ടിപ്പൊളിയുകയാണ്. പിന്നെയുള്ളത് തോൽവി മന്ത്രിയാണ്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സൂര്യൻ ഇന്ന് ഉദിച്ചിട്ടുണ്ട്. ഇന്നലെ സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം തോൽവി മന്ത്ര വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ലോഡ് തള്ളുകളുമായിട്ട്. എന്താണ് ഇവന്, എമ്മാതിരി തള്ളുകളാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തുടങ്ങിയ മുതൽ അവസാനം വരെ ഇവൻ പറയുന്നത് BMW വാങ്ങണം, ഫെറാറി വാങ്ങണം, ബെൻസ് വാങ്ങണം, അങ്ങനെ തള്ളി. ആരോടാണ് ഈ പറയുന്നത്? ഒരു നല്ല വീടില്ലാത്ത, വീട് പണി പൂർത്തിയാകാത്ത, വാടക വീട്ടിൽ താമസിക്കുന്ന, ഞാനോ പെട്ടു എന്നാൽ നിന്നെയും ഞാൻ പെടുത്തിക്കളയാം, ഞാനോ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം എന്നല്ല പറയുക, ഞാനോ പെട്ടു ഞാൻ നിന്നെയും ഞാൻ പെടുത്തിക്കളയാം എന്ന് വിചാരിച്ചിട്ട് 10,000 നഷ്ടപ്പെടുത്തി അതിൽ നിന്ന് 1000 എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോടാണ് ഇവൻ പറയുന്നത് നമുക്ക് അടുത്ത മാസം ബെൻസ് വാങ്ങണം, BMW വാങ്ങണം. എന്താ അതിൻ്റെ ഇത്? അതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൗഡാവും, ആൾക്കാരുടെ ബഹുമാനം കിട്ടും എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. അതിനുള്ള വകയും കൂടി ഇവൻ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ തള്ളി ഒരു 3/4 മണിക്കൂർ തള്ളിയപ്പോൾ ഏതോ ഒരുത്തൻ ഇന്ന് കമൻ്റൊക്കെ ഓണായിരുന്നു. കമൻ്റൊക്കെ ചെയ്യാനുള്ള അനുവാദം രാജാവ് കൊടുത്തിട്ടുണ്ട്, കാട്ടിലെ രാജാവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആരോ ഒരാൾ പറഞ്ഞു, മതി സാറേ, തള്ളു മതി, ഇനി നമ്മുടെ കാര്യങ്ങളിലേക്ക് വാ, ആകെ ടെൻഷനാണ്, ടെൻഷൻ അടിക്കുമ്പോൾ ഇത്രയും തള്ളു കേൾക്കാനൊന്നും ഒരു രസമില്ല എന്ന് പറഞ്ഞു, ആരോ ഒരാൾ പറഞ്ഞു. അപ്പോൾ അവൻ റിയാലിറ്റിയിലേക്ക് പറഞ്ഞു, ഇങ്ങനെ കേസ് ഇതൊന്നും നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വാദങ്ങൾ ഫുള്ള് കഴിഞ്ഞു, ഇനിയിപ്പോൾ പിന്നെ അവർ വാദിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവർ വാദിച്ചിട്ട് ഒരു കാര്യമില്ല, ഇനിയിപ്പോൾ നാളെ നമ്മൾ എന്തായാലും ജയിക്കും. ഇന്നൊരു ഇടവേളയാണ്, ഇന്നലെ വാദിച്ച് തളർന്നുകൊണ്ട് ഇന്ന് ഇടവേളയാണ്. അപ്പോൾ അത് നാളത്തേക്ക് വച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത്, ഈ കേസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങളൊന്നും അറിയില്ല. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ഇടക്കാല ഉത്തരവ് വേണം എന്നാണ്, അല്ലെങ്കിൽ ഈ കേസ് സ്ക്വാഷ് ചെയ്യണം, തള്ളിക്കളയണം എന്നല്ല ഇവരുടെ ആവശ്യം. ഇവർക്ക് ഇടക്കാല ആശ്വാസം കിട്ടണം എന്നതാണ്. ഇടക്കാല ആശ്വാസം എന്ന് പറയുന്നത് ഇവരുടെ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പുതുതായി ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാനുള്ള പിന്നെ അനുവാദം കൊടുക്കണം. പട്ടിണിയാണ്, ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ നിഷേധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സങ്കട ഹർജി ആയിരിക്കാം ഇവർ കൊടുത്തിട്ടുണ്ടാവുക. അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല. ഇവരുടെ ബെയിലിൻ്റെ കോപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ബെയിലിൻ്റെ കോപ്പിയൊക്കെ വായിക്കാൻ സമയം കിട്ടിയില്ല. കുറച്ച് 5-6 പേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ തരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ നാളെയോ അതിൻ്റെ അപ്ഡേറ്റ് അറിയില്ല, ചിലപ്പോൾ നാളെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഈ
ഡാഷ് മോൻ പറഞ്ഞ പോലെ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 ദിവസം ഈ ആഴ്ച ഏതായാലും പോയില്ലേ, അടുത്ത ആഴ്ച നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടുന്നൊക്കെ പറഞ്ഞ മോനാണ് ഇവൻ. എന്നിട്ട് ഇവൻ പിന്നെ അതും നടക്കാതെ വന്നപ്പോൾ ഇവൻ പറഞ്ഞു 20-ാം തീയതി 21-ാം തീയതി, വേറെ ഒന്നും നോക്കണ്ട, 20-ാം തീയതി 21-ാം തീയതി എന്ന് പറഞ്ഞ് ആ ഡേറ്റിലേക്ക് ഫിക്സ് ആക്കി. അതിനുശേഷമാണ് കമ്പനി നീട്ടി എറിഞ്ഞത് 29-ാം തീയതി, കോടതി അവധിയായ ദിവസത്തിലേക്ക് നീട്ടി എറിഞ്ഞിരിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച അവസാനത്തെ ഈ മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയിലേക്ക് നീട്ടി എറിയുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നും ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അത് കഴിഞ്ഞിട്ടും അടുത്ത ദിവസം അടുത്ത ഞായറാഴ്ച നിങ്ങൾക്കൊന്നും പേ ഔട്ട് ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുള്ള വക തേടുക, വല്ല പണി കൊടുക്കുക എന്നതാണ് പറയാനുള്ളത്. അല്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണം ഉണ്ടാവും, പക്ഷെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. കേസിൻ്റെ വഴിയേ പോകും എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു ആരോപണം എന്ന് പറയുന്നത്, ഇവൻ പറയുകയാണ് അനിൽ അക്കരെ ഈ കമ്പനിക്കെതിരെ സംസാരിക്കുന്നത് ആരുടെയോ പണം വാങ്ങിയിട്ടാണെന്ന്. നാണമുണ്ടോ ഇവനൊക്കെ? അപ്പോൾ ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ പറയുകയാണ്. അനിൽ അക്കരെ സംസാരിക്കുന്നത് ആരുടെയോ പണം വാങ്ങിയിട്ടാണെന്ന്. അതുപോലെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എത്രയാണ് സാറിൻ്റെ പൈസ എത്രയാണ്, സാർക്ക് വീഡിയോ ചെയ്യാൻ എത്രയാണെന്നൊക്കെ. പക്ഷേങ്കിൽ അതൊക്കെ 1-2 ആൾക്കാർ മാത്രമാണ് അത്തരത്തിൽ ചോദിച്ചിരുന്നത്. ഇവൻ വിചാരിച്ചത് ഇവൻ്റെ ടീമിലുള്ള എല്ലാവരും വിളിച്ച് അങ്ങ് ശല്യപ്പെടുത്തി കളയാം എന്നാണ്. എവിടെ പോയി? എന്നെ ഒന്നും ആരും തന്നെ വിളിക്കുന്നില്ല. എന്താണ് ബ്രോ, 2 ദിവസമായി ആരും വിളിക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് വിളിക്കൂ, എന്നാലല്ലേ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. നമ്മുടെ കയ്യിലുള്ള FIRൻ്റെ കോപ്പിയും ഗവൺമെൻറ്റുകളുടെ ഉത്തരവുകളും അല്ലെങ്കിൽ ഇവരുടെ മുൻകാല ചരിത്രങ്ങളും നമുക്ക് അവരുമായിട്ട് പങ്കിടണമെങ്കിൽ അവരോട് വിളിക്കാൻ പറ. നമ്മുടെ ഈ 10,000-ൻ്റെ കണക്ക്, 10,000-ൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നത് അന്ന് അറിയിച്ചു കൊടുക്കണമെങ്കിൽ അവരോട് വിളിക്കാൻ പറ. അപ്പോൾ ഇത്തരം കള്ള പ്രചരണങ്ങൾ, അനിൽ അക്കരെ പൈസ വാങ്ങിയിട്ടാണ് ഈ കമ്പനിക്കെതിരെ പറയുന്നത് എന്ന് ഇനിയും തന്നെ നിർത്തുക. അല്ലെങ്കിൽ അത് നിന്നെ ആരും തന്നെ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് മാറും. അവർക്കറിയാം എന്താണ് അവർക്ക് പറ്റിയ തെറ്റെന്താണെന്ന് അവർക്കറിയാം. അവരെങ്ങനെയോ ഇതിൽ പെട്ടുപോയതാണ് എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ക്രിപ്റ്റോ ബിസിനസ് അല്ലെങ്കിൽ എവിടെയും കേൾക്കാത്ത ബോണ്ട് ഇറക്കിയത്, 3 കോടിയുടെ സാധനം വാങ്ങിയിട്ട് അതിൽ നിന്ന് 15,000 കോടിയുടെ ബോണ്ട് ഇറക്കിയിട്ട് ആൾക്കാരെ പറ്റിച്ചത്, 1,80,00,000 ആൾക്കാരിൽ നിന്ന് 10,000 വാങ്ങി പറ്റിച്ചത്. ഇതൊന്നും തന്നെ അത്ര വേഗം എടുത്ത് ദൂരെ കളയാൻ പറ്റുന്ന കേസല്ല. ചിലപ്പോൾ അപ്പോൾ തന്നെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കമ്പനിക്കെതിരെ നിലനിൽക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ സംസാരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം നിങ്ങളുടെ പണം പോയതാണ്, പക്ഷേങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പണം പോയതെന്നും എത്തരത്തിലുള്ള കമ്പനിക്കാണ് നിങ്ങൾ പണം നൽകിയതെന്നും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ബൈ.